നമസ്കാരം പ്രിയരെ. അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനമാണല്ലോ ജൂൺ 26. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി റെസല്യൂഷനാണ് 1989 മുതൽ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കാൻ ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്തത്. എന്തും ആഘോഷമാക്കുന്ന ഈ കെട്ടകാലത്ത് ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. ജനനമായാലും മരണമായാലും വിവാഹമായാലും എന്തും ആഘോഷമാക്കുന്ന ഒരു തലമുറ. ഇതിൻ്റെ ഒക്കെ പിന്നിൽ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുമാണ് എന്നത് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പ്രാണന് തുല്യം പോറ്റി വളർത്തുന്ന മാതാപിതാക്കളെ പോലും വെട്ടിക്കൊല്ലാൻ മടിക്കാത്ത മക്കൾ, പെൺകുരുന്നുകളെ പിച്ചി ചീന്തിയെറിയുന്ന ദുഷ്ടത, അക്രമങ്ങളും കൊലപാതകങ്ങളും മോഷണവും പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ നമ്മുടെ നാട് ലഹരി മാഫിയയുടെ പിടിയിലാവുകയാണോ? മരണമല്ലോ ലഹരി എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. മഴപ്പാറ്റ പോൽ വീണു കരിയുന്ന ലഹരിയുടെ ഉന്മത്ത നൃത്ത ചുവടുകേളിൽ മരണമൊരു മായാമയക്കമായി പടരുമ്പോൾ വിഷദംശമേൽക്കാതൊഴിഞ്ഞിടുവാൻ വഴിമാറിയകലണം, ചതികളിൽ വീഴാതെ കപടക്കരുക്കളെ കത്തിക്കണം. നമ്മുടെ സമൂഹത്തെ അർബുദം പോലെ കാർന്നു തിന്നുന്നതാണ് മദ്യവും മയക്കുമരുന്നും. ലഹരിയുടെ വിഷത്തുള്ളികൾ വീണ് വിദ്യാർത്ഥികളും യുവതലമുറയും തകർന്നൊടുങ്ങുകയാണ്. ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ട് നരകിക്കുന്നവർ, അങ്ങനെ വീട്ടിനും നാടിനും വേണ്ടാത്തവരായി, വെറുക്കപ്പെട്ടവരായി ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതങ്ങൾ. ഇങ്ങനെ നശിപ്പിക്കേണ്ടതാണോ ഭൂമിയിലെ ഈ വിലപ്പെട്ട ജീവിതം? അല്ലേ അല്ല. അതുകൊണ്ട് തന്നെ ലഹരി വിമുക്തമാകേണ്ടതുണ്ട് നമ്മുടെ നാട്. സ്കൂളുകളും കോളേജ് ക്യാമ്പസുകളും ലഹരി മുക്തമാകണം. കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളെയുടെ ശബ്ദമാകേണ്ടത്, നാളെയുടെ വക്താക്കളാകേണ്ടത്, നാളെയുടെ രാഷ്ട്രശില്പികളാകേണ്ടത്. അതുകൊണ്ട് ലഹരി മുക്ത നാടിനു വേണ്ടി നമുക്കൊറ്റക്കെട്ടായി കൈകോർക്കാം. ലഹരിക്കെതിരെ ഞാൻ എഴുതിയ ഒരു കവിത ചൊല്ലുകയാണ്. ലഹരി കുഞ്ഞെ, നീ സിരകളിൽ ലഹരിയുടെ തീ പടരുമെന്ന് മോഹിച്ച് മരണം കുത്തിവച്ച് സിരകളെ കൊന്നു. മനസ്സിൽ മറവിയുടെ റോസാതലങ്ങൾ വിടരുമെന്ന് മോഹിച്ച് മദ്യത്തിൻ്റെ വിഷപാത്രം വലിച്ചു കുടിച്ച് മനസ്സിനെ കൊന്നു. സ്വപ്നങ്ങളുടെ മാന്ത്രിക നഫസിൽ പാറിപ്പറക്കാൻ കൊതിച്ച് പല്ലിൽ ചുണ്ടിൽ നാവിനടിയിൽ വിഷമിഠായികൾ കുത്തി നിറച്ച് ക്യാൻസർ തിന്ന് വായും ചുണ്ടും മരിച്ചു. ഒടുവിൽ കിട്ടിയതോ വിഷം തിന്ന് ചത്ത ബോധം, അഴുകിയടർന്ന ചിന്തകൾ, പഴുത്തു നാറുന്നൊരു ശരീരം. നഷ്ടമായി പൊലിഞ്ഞതോ ഉയിരിൻ്റെ തിരിയായി തെളിഞ്ഞ സ്വപ്നങ്ങൾ, ഉണർവിൻ്റെ വർണ്ണച്ചെപ്പിൽ കാത്തുവച്ച മോഹങ്ങൾ, പിന്നെ പകരം വയ്ക്കാനാകാത്ത വിലയേറിയൊരു ജീവിതവും, പിന്നെ പകരം വയ്ക്കാനാകാത്ത വിലയേറിയൊരു ജീവിതവും. അങ്ങനെ ലഹരി മുക്ത നാടിനു വേണ്ടി ഒറ്റക്കെട്ടായി നമുക്ക് പ്രവർത്തിക്കാം. അതിനാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.